അടുത്ത സ്റ്റേജാണ് റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് റെറ്റിക്കുലോസൈറ്റ്? റെറ്റിക്കുലോസൈറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഇമ്മെച്വർ ആർ ബി സി. അപ്പോൾ റെറ്റിക്കുലോസൈറ്റിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇമ്മെച്വർ ആർ ബി സി. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ലാർജ് ദാൻ മെച്വർഡ് ആർ ബി സി. അതായത് നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള ആർ ബി സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ സൈറ്റ് സ്ലൈറ്റ്ലി ലാർജറാണ്. ഇത് സൈറ്റോപ്ലാസ്മം കണ്ടെയ്ൻ ഇത് റെറ്റിക്കുലാർ നെറ്റ്വർക്ക്. പക്ഷേ സൈറ്റോപ്ലാസ്മത്തിൽ റെറ്റിക്കുലാർ നെറ്റ്വർക്ക് പ്രസൻ്റ് ആണ്. വിച്ച് ഫോംഡ് ബൈ ദ റിമെയിൻ ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ഓർഗൻസ്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതായത് നമ്മുടെ ഓർഗൻസ് ഉണ്ട്, സെൽസിൻ്റെ അകത്ത് എന്തുണ്ട്? ഓർഗൻസ്. അതിൻ്റെ ഡിസിൻറ്റഗ്രേറ്റഡ് കൊണ്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണപ്പെടുന്ന എന്താണ്? റെറ്റിക്കുലോസൈറ്റാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. അടുത്താണ് മെച്യൂർഡ് ആർ ബി സി എന്ന് പറയുന്നത്. എന്താണ് മെച്യൂർഡ് ആർ ബി സി? റെറ്റിക്കുലാർ നെറ്റ്വർക്ക് ഡിസപ്പിയർ ആൻഡ് ദ സെൽ ബിക്കം മെച്യൂർഡ് ആർ ബി സി. അപ്പോൾ അതിനകത്തുള്ള ആ റെറ്റിക്കുലാർ നെറ്റ്വർക്ക് ഡിസപ്പിയർ ആകുകയും അതൊരു മെച്യൂർഡ് ആർ ബി സി ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഫാക്ടർ നെസസറി ഫോർ എറിത്രോപോയിസിസ്. അപ്പോൾ ഏതൊക്കെ ഫാക്ടറാണ് നമ്മുടെ ആർ ബി സി ഫോം ചെയ്യുന്നതിന് സഹായിക്കുന്നത് അല്ലെങ്കിൽ നെസസറി അത്യാവശ്യമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് നമുക്ക് 3 ഫാക്ടറായിട്ട് തരംതിരിക്കാം. അതിലൊന്നാമത്തതാണ് ജനറൽ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ ഏതാണ്? മെച്ചുറേഷണൽ ഫാക്ടർ. മൂന്നാമത്തെ ഫാക്ടറാണ് ഫാക്ടർ നെസസറി ഫോർ ഹീമോഗ്ലോബിൻ ഫോർമേഷൻ. ആദ്യത്തേത് ഏതാണ്? ജനറൽ ഫാക്ടർ. അപ്പോൾ ജനറൽ ഫാക്ടറിൽ ഏതൊക്കെയാണ് വരുന്നത്? എറിത്രോപോയിറ്റിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് എറിത്രോപോയിറ്റിൻ. എറിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞാൽ. ഇത് ബോൺ മാരോയിൽ വരികയും കിഡ്നിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഹോർമോൺ ബോൺ മാരോയിൽ വരികയും ബോൺ മാരോയിൽ വന്നിട്ട് ആർ ബി സിയുടെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ സാധാരണ എന്താണ് നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ കിഡ്നി ഡിസീസസിലൊക്കെയുള്ള പേഷ്യൻസ് എന്തായിരിക്കും സാധാരണ അനീമിയ കാണപ്പെടാറുണ്ട്. അതിനുള്ള കാരണം എന്താണ്? ഈ എറിത്രോപോയിറ്റിൻ്റെ കുറവ് മൂലം അല്ലെങ്കിൽ എറിത്രോപോയിറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് മൂലമാണ് സാധാരണയായിട്ട് നമ്മുടെ കിഡ്നി പേഷ്യൻസിലും അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസിലും എന്ത് കാണപ്പെടുന്നത്? അനീമിയ കാണപ്പെടുന്നത്. അടുത്തതാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. തൈറോക്സിൻ എന്താണ്? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്, അഥവാ T4. അതും ഒരു ജനറൽ ഫാക്ടറാണ്. അടുത്തത് ഹീമോപോയിറ്റിക് ഗ്രോത്ത് ഫാക്ടർ. നമ്മുടെ ബ്ലഡ് സെൽസിനെ സ്റ്റിമുലേറ്റ് ആക്കുന്നതാണ് ഹീമോപോയിറ്റിക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത്. നാലാമത്തെ ഏതാണ്? നമ്മുടെ വിറ്റാമിൻസ്. വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ഡി പോലുള്ള വിറ്റാമിൻസ്. അപ്പോൾ അടുത്തത് ഏതാണ്? മെച്ചുറേഷണൽ ഫാക്ടർ. അതിനെ മെച്ചുർ ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടറിനെയാണ് മെച്ചുറേഷണൽ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അതിലേതാണ്? വിറ്റാമിൻ B12 സൈനോകൊബാലമിൻ എന്ന് പറയും. വിറ്റാമിൻ B12 അഥവാ സൈനോകൊബാലമിൻ. വിറ്റാമിൻ B12 ഈസ് ആൻ എക്സ്ട്രൻസിക് ഫാക്ടർ. ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ റിക്വയർഡ് ദ പ്രസൻസ് ഓഫ് ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റിൽസ്. അതായത് നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B12 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ എക്സ്ട്രൻസിക്, പുറത്തുനിന്ന് കിട്ടുന്ന ഫാക്ടർ എന്ന് വിളിക്കുന്നത്. എക്സ്ട്രൻസിക് ഫാക്ടർ. ഇൻട്രൻസിക് എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ അകത്തുള്ള. അപ്പോൾ ഈ വിറ്റാമിൻ B12 നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർവ് ചെയ്യണമെങ്കിൽ ആരെ സഹായം വേണം? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും അതുപോലെ തന്നെ സ്റ്റൊമക്കിലും കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം സെൽസാണ് എന്തെന്ന്? ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് സെൽസ് എന്ന് ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രസൻസിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് വിറ്റാമിൻ B12 അബ്സോർവ് ചെയ്യൂ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടൂ. അപ്പോൾ ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റിൽസിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വിറ്റാമിൻ B12 ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടില്ല, അബ്സോർവ് ചെയ്യപ്പെടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ആർ ബി സി കംപ്ലീറ്റ് ആയിട്ട് മെച്ചുർ ചെയ്യപ്പെടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാധാരണ ഇൻട്രൻസിക് ഫാക്ടറിൻ്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ വിറ്റാമിൻ B12 കുറവ് മൂലമോ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അനീമിയാണ് പെർനീഷ്യസ് അനീമിയ എന്ന് വിളിക്കുന്നത്. ഏതാണ്? പെർനീഷ്യസ് അനീമിയ. Vitamin B12 is stored mostly in the liver and small quantities in muscles. When it is necessary, it is transported bone marrow to promote maturation of the RBC. അതായത് നമ്മുടെ വിറ്റാമിൻ B12 പ്രധാനമായിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നിരിക്കുന്നത്? നമ്മുടെ മസിൽസിലും അതുപോലെ തന്നെ ഒരു 90% അല്ലെങ്കിൽ 95% എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നിരിക്കുന്നത്? നമ്മുടെ ലിവറിലാണ് സ്റ്റോർ ചെയ്ത് വരിക. എപ്പോഴാണോ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മുടെ RBC മെച്ചുറേഷൻ ആവശ്യമായിട്ട് വരുന്നത് അപ്പോഴെന്ത് സംഭവിക്കും? ഈ വിറ്റാമിൻ B12 ബ്ലഡ് വഴി ബോൺ മാരോയിലേക്ക് എത്തുകയും മെച്ചുറേഷൻ RBCൻ്റെ മെച്ചുറേഷന് സഹായിക്കുകയും ചെയ്യുന്നു.
അടുത്തതാണ് ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തിനാണ് ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റൽസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ വിറ്റാമിൻ B12 അബ്സോർവേഷന് സഹായിക്കുന്ന ഒരു പ്രത്യേകതരം സെൽസാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലും അതുപോലെ തന്നെ സ്റ്റൊമക്കിലും കാണപ്പെടുന്ന ഒരു സെൽസാണ് എന്ത് വിളിക്കുന്നത്, ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റൽസ് എന്ന് വിളിക്കുന്നത്. ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റൽസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്യാസ്ട്രിക് മ്യൂക്കോസ ബൈ ദ പരൈറ്റൽ സെൽസ് ഓഫ് ഗ്യാസ്ട്രിക് മ്യൂക്കോസ. അതായത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് മ്യൂക്കോസയിലുള്ള പരൈറ്റൽ സെൽസാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ലൈൻ ചെയ്തിരിക്കുന്ന പരൈറ്റൽ സെൽസാണ് ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. It is essential for the absorption of vitamin B12 from the intestine. Deficiency of the intrinsic factor of castells occur severe gastritis, ulcers, gastrectomy. സാധാരണ ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റൽസ് എപ്പോഴൊക്കെയാണ് അതിൻ്റെ ഡെഫിഷ്യൻസി സംഭവിക്കുന്നത്, ഇല്ലാതാകുന്നത്, സിവിയർ ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റൈസ്, അതായത് നമ്മുടെ സ്റ്റൊമക്കിന് ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷനെയാണ് ഗ്യാസ്ട്രൈറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിവിയർ ആയിട്ടുള്ള ഗ്യാസ്ട്രൈറ്റീസ് ഉണ്ടാകുമ്പോഴോ, അൾസർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പെപ്റ്റിക് അൾസർ, അതായത് അൾസേഴ്സ്, അതായത് വ്രണങ്ങൾ വരുമ്പോൾ സ്റ്റൊമക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ അകത്ത് അൾസേഴ്സ് വരുമ്പോഴും ഇൻട്രൻസിക് ഫാക്ടർ ഓഫ് കാസ്റ്റൽസ് നശിച്ചു പോകുന്നു. അടുത്താണ് ഗ്യാസ്ട്രക്ടമി. എന്താണ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ റിമൂവൽ ഓഫ് ദ സ്റ്റൊമക്ക് നമ്മുടെ ആമാശയം റിമൂവ് ചെയ്യുന്ന സർജിക്കൽ പ്രൊസീജിയറിനെയാണ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഈ ഒരു 3 കണ്ടീഷനിലാണ് എന്ത് സംഭവിക്കുന്നത്, ഇൻട്രൻസിക് ഫാക്ടേഴ്സിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. അടുത്തതാണ് ഫോളിക് ആസിഡ്. എന്താണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്? ഫോളിക് ആസിഡ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ ദ മെച്ചുറേഷൻ. അതായത് ഫോളിക് ആസിഡും ഒരു എസെൻഷ്യൽ കോമ്പൗണ്ടാണ് RBC മെച്ചുർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിൽ. ഇറ്റ് റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് DNA. ഇൻ ദ ആബ്സൻസ് ഓഫ് ഫോളിക് ആസിഡ് സിന്തസിസ് ഓഫ് DNA ഡിക്രീസസ് കോസിങ് ഫെയിലിയർ ഓഫ് മെച്ചുറേഷൻ വിച്ച് ലീഡ് ടു അനീമിയ. അപ്പോൾ ഫോളിക് ആസിഡ് പ്രധാനമായിട്ടുള്ള ജോലി എന്താണ്? സിന്തസിസ് ഓഫ് DNA. നമ്മുടെ RBCൻ്റെ DNA സിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? ഫോളിക് ആസിഡാണ്. അപ്പോൾ ഫോളിക് ആസിഡ് കുറവുണ്ടായാലും എന്ത് സംഭവിക്കും? അനീമിയ ഉണ്ടാകാം. അതിന് ആ ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അനീമിയനാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് വിളിക്കുന്നത്. എന്താണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ? അതെ, മെഗലോബ്ലാസ്റ്റിക്. ഇത് നോർമൽ അനീമിയ എങ്ങനെയാണ്, അതുപോലെ തന്നെ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എങ്ങനെയാണ്. എന്താണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയയുടെ പ്രത്യേകത? അതിൻ്റെ സൈസ് കൂടുതലായിരിക്കും. അടുത്തത് ഫാക്ടർ നെസസറി ഫോർ ഹീമോഗ്ലോബിൻ ഫോർമേഷൻ. ഏതൊക്കെ ഫാക്ടറാണ് ഹീമോഗ്ലോബിൻ ഫോർമേഷന് സഹായിക്കുന്നത് ഇല്ലെങ്കിൽ നെസസറി ആയിട്ട് വരുന്നത്? ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ ആൻഡ് അമിനോ ആസിഡ്. പ്രോട്ടീൻസും അതുപോലെ തന്നെ അമിനോ ആസിഡ്സും, അയേൺസ്, കോപ്പർ, കൊബാൾട്ട്, വിറ്റാമിൻസ്. അപ്പോൾ ഈ 5 ഫാക്ടറാണ് പ്രധാനമായിട്ടും ഹീമോഗ്ലോബിൻ സിന്തസിസ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഫോർമേഷന് നെസസറി ആയിട്ട് വരുന്ന സബ്സ്റ്റൻസ്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ജോലി എന്താണ്? നമ്മുടെ ഓക്സിജനെ കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ഔട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ RBCൻ്റെ അകത്തുള്ള ഹീമോഗ്ലോബിനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതൊരു essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ essay ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ് ഇറിത്രോപോയിസിസ് എന്നും അതിൻ്റെ ഡെഫിനിഷന്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസും, അതുപോലെ തന്നെ ഏതൊക്കെ ഫാക്ടറാണ് എറിത്രോപോയിസിസിനെ എന്ത് ചെയ്യുന്നത്, നെസസറി ആയിട്ട് വരുന്നത്.